ഹായ് ഗായ്സ്. പിന്നെ ഈ വർഷം കീം എഴുതുന്ന സ്റ്റുഡൻസ് 77 സംതിങ് ആണ്. അപ്പോൾ 77,000 സംതിങ് ആ കീമിൻ്റെ വെബ്സൈറ്റിൽ പോയി തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കീം ക്വാളിഫൈ ചെയ്ത് തന്നെ എത്ര ഇവിടെ കേരളത്തിൽ കുറേ സീറ്റുണ്ട്. 40,000 സീറ്റ് ഇവിടെ തന്നെ ഉണ്ട്. 40,000 അടുപ്പിച്ചിട്ട് കേട്ടോ. എയ്ഡഡും ഗവൺമെൻറ് എല്ലാം ഗവൺമെൻറ്റിലാകെ ഫീസ് 7,000 രൂപയാണ് ഓരോ കൊല്ലം. അപ്പോൾ ആകെ ഗവൺമെൻറ് പഠിക്കാൻ എത്ര 50,000 താഴെ ഫീസാവും. അത് സ്കോളർഷിപ്പെല്ലാം കിട്ടുകയും ചെയ്യും. എയ്ഡഡിനാണെങ്കിൽ ഒരു 35-60 ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് സ്കോളർഷിപ്പെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ 2 ലക്ഷത്തിനുള്ളിലേ ആവും എയ്ഡഡ് കോളേജിലെല്ലാം പഠിക്കാൻ. പിന്നെ എല്ലാവരും എന്താക്കുക, മംഗലാപുരമാണ് കുട്ടികളെയൊക്കെ. മംഗലാപുരം, ബാംഗ്ലൂർ അവിടെയെല്ലാം പഠിക്കാൻ, എൻജിനീയറിങ് പഠിക്കാൻ സെയിം സാധനം തന്നെ ആടെയും പഠിപ്പിക്കുക. അപ്പോൾ അവിടെ പഠിക്കാൻ എത്ര 6 ലക്ഷം റുപ്യ, പഠിച്ച് കഴിയുമ്പോൾ 6-7 ലക്ഷം റുപ്യ ഹോസ്റ്റൽ ഫീസ്, ഫുഡ് എല്ലാം കൂടിയിട്ടാവും. 8 ലക്ഷത്തിനുള്ളിലാവും എൻജിനീയറിങ് പഠിച്ച് ഇറങ്ങാൻ മംഗലാപുരത്തിൽ, ബാംഗ്ലൂർ. അതല്ല മാക്സിമം എന്തൊക്കെ കീമിന് നല്ല സ്കോർ അടിച്ചിട്ട് ഗവൺമെൻറ് കോളേജിൽ കയറാൻ നോക്കുക. ഈ 100 മാർക്ക് അടിച്ചാൽ തന്നെ മറ്റേ ഗവൺമെൻറ് കോളേജിലുള്ള സീറ്റ് കിട്ടും. പിന്നെ സ്പോർട്സ് കോട്ടയിലുള്ള കുട്ടികൾക്ക് ജസ്റ്റ് ആകെ എത്ര 10-20 മാർക്ക് മതി. ഫിസിക്സും കെമിസ്ട്രിയും 10 മാർക്ക് വേണം. മറ്റേ മാത്സും ഒരു 10-20 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്പോർട്സ് കോട്ടയിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് എൻജിനീയറിങ് പഠിക്കാം. അപ്പോൾ വയനാട്, മറ്റേ ഇടുക്കിയിലെല്ലാം പഠിക്കാൻ ചെറിയ റാങ്ക് മതി. ഓക്കെ, നിങ്ങൾക്ക് വിചാരിച്ച കോഴ്സ് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി റാങ്ക് വേണ്ടി വരും. ഒരു 200-250 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ കിട്ടും. കണ്ണൂർ പിന്നെ NSS കോളേജിലെല്ലാം കിട്ടും. ഒരു 300-300 എബോയിലുണ്ടെങ്കിൽ മറ്റേ TKM തൃശ്ശൂർ അവിടെയെല്ലാം കിട്ടും. 400-500 എല്ലാം വേണമെങ്കിൽ CET കിട്ടും. പിന്നെ മോഡൽ എഞ്ചിനീയറിങ് കോളേജിൽ CS കിട്ടാൻ വേണമെങ്കിൽ കുറച്ച് ടൈറ്റാണ്. അതേപോലെ ഇവിടെ CET CS, ആ CS എന്നാണ് ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പോൾ എല്ലാ കോളേജിലും ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ്. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനത്തെ കോഴ്സെല്ലാം ഇല്ല. അപ്പോൾ അതിന് കുറച്ചും കൂടി റാങ്ക് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾക്കെല്ലാം കൂടുതൽ കിട്ടുക. പിന്നെ ക്രാഷ് കോഴ്സിനെല്ലാം പോയിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ കിട്ടുക. അപ്പം മാക്സിമം നമ്മൾ എന്തൊക്കെ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ കയറാൻ നോക്കുക. ആകുമ്പോൾ ഫ്രീ ആയി ചെറിയ പൈസക്ക് പഠിക്കും. ഒരു 50,000 നമുക്ക് പഠിച്ചിറങ്ങുകയും ചെയ്യുക, സ്കോളർഷിപ്പും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ഏതെല്ലാം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. മാത്സിൽ നിങ്ങൾ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി. അതിൽ നിന്ന് 3 ചാപ്റ്ററായിട്ട് 10 ക്വസ്റ്റ്യൻ ചോദിക്കും. മാത്സ് 75 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അപ്പോൾ 75 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എത്ര 300 മാർക്കാണ്. മാത്സിൽ ഇതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ലിമിറ്റ്സ്, പിന്നെ ഇത് വെക്ടർ 3D ഒരു 10 ക്വസ്റ്റ്യൻ അടുപ്പ് 8 ക്വസ്റ്റ്യന് 10 ക്വസ്റ്റ്യൻ. അത് വേരി ചെയ്യും, പറയാൻ പറ്റില്ല. 8 എന്തായാലും ചോദിക്കും. അതിന് അതേപോലെ മെട്രിക്സ് 3D ഇതൊരു 8 ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഇൻ്റഗ്രേഷൻ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും കൂടിയിട്ട് ഒരു 8-9 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് പോയി തന്നെ. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിൽ നിന്നൊരു 4 ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ സെറ്റ് എന്നാലും ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിക്കും. റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, ഡൊമൈൻ കണ്ടുപിടിക്കുക, റേഞ്ച് കണ്ടുപിടിക്കുക, അങ്ങനത്തെ എല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുക. അതെല്ലാം മാക്സിമം പഠിച്ചിട്ട് പോവുക. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒരു 5-10 ഇനി ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത ആളോടെ പറയുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ഒരു 5-10 ചാപ്റ്റർ പഠിക്കുക. ഇന്ന് തുടങ്ങിക്കോ. ആകെ 3-4 ദിവസമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫിസിക്സിൽ എന്താക്കുക, ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് ചെയ്താൽ ഓസിലേഷൻ അതിൻ്റെ എന്താക്കുക എല്ലാ ഇക്വേഷൻസ് ചെയ്താൽ എന്താക്കുക പ്രീവിയസ് ഇയർ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ബ്രില്യൻറ്റിന് രാത്രിയെല്ലാം ലൈവ് ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി മാക്സിമം എന്താക്കുക അതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ചാപ്റ്റർ ചെയ്താൽ അതിലുള്ള ഇക്വേഷൻസ് മൊത്തം എഴുതിയെടുക്കുക. ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഇക്വേഷൻസ് എല്ലാം